ഈ ഗൾഫ് യുദ്ധം അതിൻ്റെ ആഗോള പ്രത്യാഘാതങ്ങളും ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസും മറ്റ് പല ഘടകങ്ങളുമുണ്ട്. എങ്കിലും ഈ ഗൾഫ് യുദ്ധം ഇറാനെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ച് ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധം ഇസ്ലാം മതത്തിൻ്റെ അന്തർധാരകളെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ അടിസ്ഥാനപരമായി സുന്നി ഷിയ എന്നീ രണ്ട് വിഭജനമാണ്. ഇത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉടനെ ഉണ്ടായ ഒരു വിഭാഗീയതയാണ്. മറ്റ് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് ഇങ്ങനെയുള്ള മറ്റ് വിഭാഗങ്ങളും അവാന്തര വിഭാഗങ്ങളെല്ലാം പിൽക്കാലത്തുണ്ടായതാണ്. 1950 വരെയും ഈ അടുത്ത കാലത്ത് പോലും അങ്ങനെ ചില വിഭാഗീയതകൾ ഉടലെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടേതായ ന്യായീകരണങ്ങളുമുണ്ട്. അങ്ങനെ വിഭജിച്ച് ഭിന്നിച്ച് നിൽക്കുന്നതിന് ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ ന്യായങ്ങളും മറ്റ് വിശദീകരണങ്ങളുമുണ്ട്. കേരളത്തിൽ വ്യാപകമായി ഇന്ന് കണ്ടുവരുന്ന സുന്നി വിഭാഗങ്ങൾ, അതായത് മുജാഹിദായാലും ജമാഅത്തായാലും തബ്ലീഗായാലും നമ്മൾ കാണുന്ന മിക്കവരും എല്ലാവരും സുന്നി സെക്റ്റാണ്, അതായത് സുന്നി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഷിയാക്കൾ പൊതുവെ കേരളത്തിൽ കുറവാണ് ഈ കാലഘട്ടത്തിൽ. എന്നാൽ ഈയിടെ PT നാസർ എന്ന പത്രപ്രവർത്തകൻ പറയുന്നത് കേട്ടു, കേരളത്തിലെ ആദിമ മുസ്ലിങ്ങൾ ഷിയാക്കളായിരുന്നു എന്ന്. അതൊരു മറ്റൊരു സബ്ജക്റ്റാണ്, അതവിടെ ഇരിക്കട്ടെ. വടക്കേ ഇന്ത്യയിലും കാശ്മീരിലും മറ്റും ഷിയാക്കൾ വ്യാപകമായുണ്ട്. പാകിസ്ഥാനിൽ അവർ ധാരാളം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാഖിലും മറ്റു ഭാഗങ്ങളിലും ഷിയാക്കൾ ധാരാളമുണ്ട്. എങ്കിലും ഷിയാക്കളുടെ മാതൃഭൂമി എന്നുള്ളത് ഇറാൻ തന്നെയാണ്, നമ്മൾ അറിയപ്പെടുന്ന കാലത്തോളം. ആ ഇറാനെ ഇസ്രായേലിയരും അമേരിക്കരും ചേർന്ന് ഈയിടെ ആക്രമിച്ചപ്പോഴാണ് സുന്നി വിഭാഗക്കാരായ അറബ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇവിടെ ഏത് പക്ഷത്തു നിൽക്കുന്നു എന്ന് നാം നോക്കുന്നത്. സ്വാഭാവികമായും അമേരിക്കൻ ഇസ്രായേലി പക്ഷത്താണ് അവരുടെ നില. അതിനുള്ള കാരണങ്ങളും ഈ സുന്നി ഷിയ എന്നത് മാത്രമല്ലാതെ തന്നെ മറ്റു നിരവധി ഭൂമിശാസ്ത്രപരമായതും മറ്റ് രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുണ്ട്. ഇസ്ലാമിലെ പ്രധാന രണ്ട് അടിസ്ഥാന വിഭാഗങ്ങളായ സുന്നി ഷിയ വിഭാഗീയതയെക്കുറിച്ച് വളരെ വിലപ്പെട്ട ചില ഉൾക്കാഴ്ചകൾ നൽകുന്നു ഈ യുദ്ധം എന്നുള്ളത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി ഇതിനു മുമ്പൊരു യുദ്ധം ഉണ്ടാവുകയുണ്ടായി. 12 ദിവസം മാത്രം നീണ്ടുനിന്ന ആ യുദ്ധം പിന്നീട് മറ്റെന്തോ സന്ധിയിൽ വെടിനിർത്തലിൻ്റെ ഭാഗമായി നിൽക്കുകയുണ്ടായി. പക്ഷേ ആ യുദ്ധത്തോടു കൂടിയാണ് പലരും ഇറാനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇറാൻ പുരാതന പേർഷ്യൻ സാമ്രാജ്യമായി അക്കാലം മുതൽക്കേ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി ഇറാൻ ശ്രദ്ധയെ ആകർഷിച്ചത് 12 ദിവസം നീണ്ടുനിന്ന ആദ്യത്തെ ഗൾഫ് യുദ്ധത്തിലാണ്. കാരണം ഇസ്രായേലിൻ്റെ അതിബാഹുത്വത്തോടെ പറഞ്ഞു കേൾക്കുന്ന ഇസ്രായേലിനെ പറ്റിയുള്ള അപസർപ്പക കഥകളെപ്പോലെയുള്ള അവരുടെ മഹത്വങ്ങളെപ്പറ്റി അത് മുഴുവൻ തവിടുപൊടിയായി ആ 12 ദിവസത്തെ യുദ്ധത്തിൽ എന്ന് കാണാം. ഇസ്രായേലിനെ പിന്താങ്ങുന്നവരും മറ്റുള്ളവരും അതിൽ ആശ്ചര്യചകിതരാകുകയും ചെയ്തു. ഇറാനെക്കുറിച്ച് വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോഴാണ് ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ അവർ ഇസ്രായേലിനെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെക്കുറിച്ചും ഇറാനിലെ ആ സമൂഹത്തെക്കുറിച്ചും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പുതിയ ചില ധാരണകളിലേക്ക് എത്തിച്ചേരാനും ആ യുദ്ധം സഹായിച്ചു. രണ്ടാമത് ഫെബ്രുവരി 28 ആരംഭിച്ച ഈ രണ്ടാമത്തെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണം, ഇറാനുമേലുള്ള ആക്രമണം, ഒരു വശത്ത് ഇസ്രായേലിനോടും അമേരിക്കയോടും കക്ഷി ചേർന്ന് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും, ഇറാൻ ഒറ്റക്ക്, ഇറാൻ മാത്രം മറുവശത്തും. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ അമേരിക്കക്കും ഇസ്രായേലിനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാനായില്ല എന്ന് മാത്രമല്ല, ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഇറാന്റെ തിരിച്ചടികൾ കൊണ്ട് ഇസ്രായേൽ നടുങ്ങി. ഒപ്പം അറബ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും കൂടി ആക്രമണം വ്യാപിപ്പിച്ചു ഇറാൻ. അതിന് അവർ പറഞ്ഞ കാരണം അമേരിക്കൻ ബേസുകൾ ആ രാജ്യങ്ങളിൽ ഉള്ളതിൻ്റെ പേരിൽ, ആ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ പേരിൽ ആ രാജ്യങ്ങളും തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയുണ്ടായി.
നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ചോ മറ്റ് യുദ്ധ സംബന്ധമായ മറ്റ് സന്നാഹങ്ങളെക്കുറിച്ചോ ഈ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന ട്രംപിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചോ ഒന്നുമല്ല. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധം ഇസ്ലാമിലെ സുന്നി ഷിയ സങ്കല്പത്തിൽ ചില കാര്യമായ അഴിച്ചുപണികൾക്ക് എല്ലാവരെയും നിർബന്ധിതരാക്കുന്നുണ്ട് എന്ന് കാണാം. സുന്നി ഷിയ ഈ രണ്ട് വിഭാഗങ്ങളിൽ സുന്നികളാണ് ഏറ്റവും മികച്ചവർ എന്നും സുന്നികളാണ് ശരിയായ മാർഗത്തിൽ എന്നും ഷിയാക്കൾ ഏറെ പിഴച്ചവരാണെന്നും ഷിയാക്കൾ അക്രമികളാണെന്നും അഹങ്കാരികളാണെന്നും ദീനിന്റെ മൂല്യങ്ങളെ വകവെക്കാത്തവരാണെന്നും ഉള്ള ഒരുപാട് മുൻ ധാരണകൾ, പ്രീജുഡീസസ് ഇറാനെക്കുറിച്ചും ഇറാനിലെ ഷിയ മതവിഭാഗത്തെക്കുറിച്ചും പ്രത്യേകിച്ച് സുന്നികൾക്കിടയിൽ നിലനിന്നിരുന്നു. എങ്കിലും ഈ ഗൾഫ് യുദ്ധത്തോടുകൂടി ഇറാനികളുടെ സമരവീര്യം കണ്ടുകൊണ്ടോ ഇറാന്റെ മറ്റ് ആയുധബലം കണ്ടുകൊണ്ടോ അല്ല, ഇറാന്റെ നിശ്ചയദാർഢ്യം ഇത് കണ്ടുകൊണ്ട് ഇറാനെക്കുറിച്ച്, ഇറാനിലെ ജനവിഭാഗങ്ങളെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ഇത് പ്രേരണ നൽകുന്നു. ഈ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയിലും ഇസ്രയേലിലും പോലും അവരുടെ ഭരണാധികാരികൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങളും ബഹുജന റാലികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഈ അതിക്രമം, ഈ യുദ്ധം അവരുടേതല്ല, അവർക്കതിൽ താല്പര്യമില്ല, അവരതിൽ തൽപരരല്ല എന്ന് അമേരിക്കൻ പട്ടാളക്കാർക്കിടയിൽ പോലും ശിപായി ലഹള, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ശിപായി ലഹളക്ക് സമാനമായ രീതികളിൽ ലഹള നടന്നു എന്ന് കേൾക്കുന്ന സമയത്താണ് ഈ യുദ്ധത്തെക്കുറിച്ച് തികച്ചും നീതിക്ക് നിരക്കാത്ത, സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കാനിടയായത്. പേരെടുത്ത് തന്നെ പറയാം, ഇസ്ലാമിലെ ചില അവാന്തര വിഭാഗങ്ങളുടെ നേതാക്കൾ, പ്രാസംഗികന്മാർ ഇറാനെ പഴിചാരിക്കൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു തവണയല്ല, പലതവണ, ഒന്നിലധികം വിഭാഗങ്ങൾ. അത് തന്നെയാണ് പറയുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഷയാണ് അവർ പറയുന്നത്. അതായത് അമേരിക്കയിലെയും ഇസ്രായേലിലെയും ബഹുജനങ്ങൾ പോലും ഈ യുദ്ധത്തെ അപലപിക്കുകയും ആ യുദ്ധത്തിന് ഉത്തരവാദികളായ അവരുടെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അവർ പോലും പറയാൻ മടിക്കുന്ന, അറക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചിലർ ഇറാനെതിരായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണമായി അവർ പറയുന്നത്, അതിന് നീതീകരണമായി അവർ കാണിക്കുന്നത്, എടുത്തു കാണിക്കുന്നത് അവർ ഷിയാക്കളാണ് എന്നുള്ളതാണ്. സാധാരണ ദേശീയവും അന്തർദേശീയവും മതപരവും മതബാഹ്യവുമായ കാര്യങ്ങളിൽ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയാറുള്ള അബ്ദുൽ ഹക്കീം അസ്ഹരി പോലും ഇറാനിനെ കുറ്റപ്പെടുത്തുന്നതായി കണ്ടു. മറുപക്ഷത്തെ പരോക്ഷമായ ന്യായീകരിക്കലാണത്. സത്യത്തിൽ ഇറാനെ ഏതൊരാൾ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നുവോ അത് മുഴുവൻ അനുകൂലമായി തീരുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പക്ഷത്തിനാണ് എന്ന് കാണാം. ഇവിടെ ഇറാന്റെ തിരിച്ചടിക്ക് വിധേയമായത് ഗൾഫ് രാഷ്ട്രങ്ങളാണ് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വിഷമത്തിന് കാരണം. അത് ഇറാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെ ചേർന്നുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ബേസുകളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ ഇടം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇറാന്റെ തിരിച്ചടിക്ക് വിധേയമാകുന്നത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിൽ ഇറാനെ നമുക്ക് ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താനും സാമാന്യ ബോധമുള്ളവർ ആർക്കും സാധ്യമല്ല. കാരണം 10,000-ൽ അധികം ദൂരെ കിടക്കുന്ന, മൈലുകൾ ദൂരെ അപ്പുറത്ത് കിടക്കുന്ന അമേരിക്ക ഇവിടെ വന്ന ഇറാനെ അനധികൃതമായി ആക്രമിക്കുമ്പോൾ അമേരിക്കയെ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ ബേസുകളല്ലാതെ അമേരിക്കയുടെ മെയിൻ ലാൻഡിലേക്ക് തിരിച്ചടിക്കാൻ ഇറാൻ എങ്ങനെ കഴിയും? ഇറാനികൾക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാവാം. ഇറാന്റെ മതവിശ്വാസങ്ങൾ ശരിയല്ലാത്തതാവാം. ഇറാന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കുറ്റകരമാകാം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൽ ഇറാന്റെ പക്ഷം ചേരാനേ നീതിബോധമുള്ള, സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും കഴിയുള്ളൂ. അത് ഷിയാക്കളോടുള്ള പക്ഷപാതമോ ഇറാനോടുള്ള രാഷ്ട്രീയ താല്പര്യമോ ഒന്നും തന്നെയല്ല. അത് പച്ചയായ നീതിയുടെ ലംഘനത്തിനെതിരായ നിലപാടാണത്. അമേരിക്കയുടെ അധിനിവേശ വൃത്തികേടിനെതിരായ
ഒരു അത്യാവശ്യം സ്വീകരിക്കപ്പെടേണ്ട ഒരു മാനദണ്ഡമാണത്. ഏത്? ഇറാനോടൊപ്പം ചേരുക, ഇറാനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ന്യായീകരിക്കുക എന്നുള്ളത്. ഇതിൽ മതപരമായ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇനി അതിനൊരു മറുവശം പറയാനാണെങ്കിൽ ഇതേവരെ ഉണ്ടായിരുന്ന മുൻവിധികൾ ഷിയാക്കളെക്കുറിച്ചുള്ളത് ഒരുപാട് കാര്യങ്ങൾ തിരുത്താൻ ഈ യുദ്ധവും ഇതിൽ ഇറാൻ സ്വീകരിച്ച നിലപാടുകളും മറുവശത്ത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന മറ്റു മറുവിഭാഗത്തിന്റെ നിലപാടുകളും ഷിയാക്കളെക്കുറിച്ചുള്ള മുൻവിധികളിൽ പലതിനും തിരുത്താൻ നിർബന്ധിതമാക്കുന്നു എന്നതാണ് വാസ്തവം. ഇറാനെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ പല ധാരണകളും വെച്ച് പുലർത്തുന്നവരാണ് പൊതുവെ സുന്നികൾ. സുന്നികളെക്കുറിച്ച് ഇറാനികൾക്കും ഷിയാക്കൾക്കും അങ്ങനെ ഉണ്ടായിരിക്കാം. ഷിയാക്കളെ കുറിച്ചുണ്ടായിരുന്ന ഒരുപാട് ധാരണകൾ തിരുത്താൻ, ഒരുപാട് മുൻവിധികൾ മാറ്റാൻ ഈ യുദ്ധം കാരണമായി. ഈ യുദ്ധത്തിലെ ഇറാന്റെയും ഇറാന്റെ എതിർവശത്ത് നിൽക്കുന്നവരുടെയും നിലപാടുകളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ നാം അതിന് നിർബന്ധിതരാവുകയാണ്. സുന്നി ഷിയ വ്യത്യാസങ്ങളെക്കുറിച്ച്, വൈവിധ്യത്തെക്കുറിച്ചുള്ള വലിയ ഒരു ഉൾക്കാഴ്ചയാണ് ഈ യുദ്ധം നമുക്ക് നൽകുന്നത്. കാരണം ആരുടെ പക്ഷത്താണ് ശരി, എവിടെയാണ് ഇസ്ലാമികതയുടെ സാന്നിധ്യം, ആധിക്യം കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്താവിധേയമാക്കിയാൽ സൂക്ഷ്മാലുക്കൾക്ക്, ചിന്താശീലർക്ക് ഇതിൽ മഹത്തായ പാഠങ്ങളുണ്ട് എന്ന് കാണാം. അതായത് ഇസ്ലാമിക ലോകം എന്നാണ് നാം പൊതുവെ വിവക്ഷിക്കപ്പെടാറുള്ളത്. ഗൾഫ്, അറബ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ. അതാണ് 56ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അത്രേ. പക്ഷേ സൂക്ഷ്മാർത്ഥത്തിൽ ഇസ്ലാമികത ഈ രാഷ്ട്രങ്ങളിൽ ഏതിലൊക്കെയാണെന്ന് പരിശോധിച്ചാലും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിൽ ചിലത് മാറ്റാൻ നിർബന്ധിതരായേക്കും. ഒരുപക്ഷെ ഇറാനിലുള്ള ഇസ്ലാമികതയും ഇറാനോട് എതിരിടുന്ന പക്ഷത്തുള്ളവരുടെ ഇസ്ലാമികതയും പരിശോധിക്കുമ്പോൾ നമുക്കത് പകൽ വെളിച്ചം പോലെ വ്യക്തമാവുന്നതാണ്. ന്യൂക്ലിയർ വിഷയത്തിൽ തന്നെ ഇറാന്റെ മതപരമായ നേതൃത്വം കൊടുക്കുന്ന പരമോന്നത വ്യക്തി പറഞ്ഞിരുന്നത് ന്യൂക്ലിയർ വാർ ഹറാമാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നിട്ടും ന്യൂക്ലിയർ ആയുധങ്ങൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ന്യൂക്ലിയർ ആയുധങ്ങൾക്കെതിരായ പരസ്യ പത്തുവ പുറപ്പെടുവിച്ച വ്യക്തിയുടെ നാട് നൂറുകണക്കിന് ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന അമേരിക്കയും ഇസ്രായേലും വന്ന് ആക്രമിക്കാൻ ന്യൂക്ലിയർ ആയുധം അവരുണ്ടാക്കുന്നു എന്ന പേരിൽ ഇത് ഒന്നാമത്തെ ഒരു കാരണം. ഇതിന് അവരോടൊപ്പം നിൽക്കാൻ ആർക്കാണ് കഴിയുക? ഷിയ മതചിന്തകൾ എന്തു തന്നെ ആകട്ടെ, ഇറാനിയൻ രാഷ്ട്രീയം മറ്റെന്തുമാകട്ടെ, വ്യക്തമായ ഒരു നീതി നിഷേധമല്ലേ, നീതിക്കു നേരെയുള്ള അതിക്രമമല്ലേ ഇവർ കാണിച്ചു കൂട്ടിയത്? അതിനൊപ്പം നമ്മൾ എവിടെയാണ് നിലകൊള്ളേണ്ടത്? യഥാർത്ഥ നീതിബോധമുള്ളവൻ, ദീനീബോധമുള്ളവരും എവിടെയാണ് നിലകൊള്ളേണ്ടത്? എവിടെയാണ് ദീനുള്ളത്? ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്ന ഇറാന്റെ അവസ്ഥ എന്തായിരുന്നുവോ ആ അവസ്ഥയാണെന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. കാരണം അവരുടെ പൊതുസമ്പത്ത്, ഭീമമായ സമ്പത്ത് അമേരിക്കയും ഇസ്രായേലും പക്ഷം അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അവരുടെ സംസ്കാരം, അവരുടെ അധിനിവേശ സംസ്കാരങ്ങൾ അതേപടി ഈ രാഷ്ട്രങ്ങൾ പിന്തുടരുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിലും ഇറാൻ അപവാദമാണ്. ഇറാൻ കണ്ണടച്ച് പടിഞ്ഞാറൻ കൾച്ചർ പിന്തുടരുന്നില്ല. അവർ പിന്തുടരുന്ന കൾച്ചർ എത്ര മോശമോ മെച്ചപ്പെട്ടതോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. പടിഞ്ഞാറിന്റെ, അമേരിക്കയുടെ, ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ നമ്മൾ കാണുന്ന ആ കൾച്ചർ, ആ സംസ്കാരം ഏതായാലും ഇറാൻ പിന്തുടരുന്നില്ല എന്ന് കാണാം. അവിടെയും ഇസ്ലാമിനെ വെച്ച് മാറ്റുരച്ച് നോക്കുമ്പോൾ എവിടെയാണ് ഇസ്ലാമികതയുടെ ആധിക്യം, സാന്നിധ്യം എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇസ്ലാമിന്റെ കുത്തക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സംഘടനാ തലപ്പത്തിരിക്കുന്ന, പ്രാമാണികമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്താൻ പ്രാപ്തരെന്ന് അവകാശപ്പെടുന്നവർ ഈ യുദ്ധത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ അത് ഇറാനെതിരാവുന്നത് അത്ഭുതമെന്നേ പറയാനാവുകയുള്ളൂ. ഗൾഫ് രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ മറ്റൊരു പശ്ചാത്തലമാണ്, കടമയാണ്. അതേസമയത്ത് നീതിയോടൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളത് മതപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരും. ഇറാൻ ഈ വിഷയത്തിൽ, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇറാന്റെ പക്ഷത്താണ് ശരി. ഇറാന്റെ എതിർപക്ഷത്ത് ശരികേടുകൾ ഒന്നല്ല, പത്തല്ല, പലതുണ്ട് എന്ന് കാണാം. ഇവിടെയാണ് മതത്തിന്റെ, സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കേവലം സങ്കുചിതമായ അവരുടെ ശാഖാപരമായ, വിഭാഗീയമായ ചിന്താഗതികൾ കൈവിട്ട് രാവും പകലും എന്ന പോലെ വ്യക്തമായ സത്യങ്ങൾക്കൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരാവുന്നത്. സത്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് പക്ഷം ചേരലല്ല, അത് നീതിയോടുള്ള പ്രതിബദ്ധത പുലർത്തലാണ്.